ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ്സിനെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, അത് നമ്മുടെ ബ്രെയിനിൻ്റെ എക്സിക്യൂട്ടീവ് കൺട്രോൾ ഫംഗ്ഷൻ ശരിയായി റെഗുലേറ്റ് ആകുന്നുണ്ടോ എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ സ്ട്രെസ് വരുമ്പോൾ എന്താണ് സാധാരണ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ഒരു ഇമോഷണൽ മോഡിലേക്ക് ഷിഫ്റ്റ് ആവും, നമ്മുടെ തിങ്കിങ് ക്ലാരിറ്റി കുറയും, അങ്ങനെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് വീക്കൻ ആവുകയും അങ്ങനെ നമ്മൾ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് ചെന്നെത്തും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഒന്ന്, നമ്മൾ ഡീപ് ബ്രീതിങ് ടെക്നിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമോഷണൽ ക്ലാരിറ്റി കൊണ്ടുവരിക. അതായത് ഞാനിപ്പോൾ സ്ട്രെസ്ഡ് ആണെന്ന് പറയുന്നതിന് പകരം നമ്മുടെ ബ്രെയിനിന് ഒരു ക്ലാരിറ്റി കൊടുക്കണം, ഞാനൊരു പ്രഷറൈസ്ഡ് സിറ്റുവേഷനിലാണ് എന്നുള്ളത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഫോർ ഇൻസ്റ്റൻസ്, നമ്മളിപ്പോൾ ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയുടെ ഒരു സിറ്റുവേഷനില്ല, അത് നമ്മൾ തലയിൽ വെച്ചിരിക്കുന്നതിന് പകരം നമ്മൾ എഴുതണം, അതായത് ജേർണലിംഗ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുകയും അതുപോലെ നല്ല ബ്രെയിൻ പാറ്റേൺ ഫോം ചെയ്യും, സ്ട്രെസ്സിനെ വളരെ നല്ല രീതിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഓർക്കുക, നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല, അതിന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനാണ് സാധിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിലും സ്ട്രെസ്സിനെയും നല്ല ഇഫക്റ്റീവായിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. താങ്ക് യു.